എന്നിട്ട് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ, വഅദ് കേട്ടാൽ മാത്രം പോരാ, ആ കേൾക്കുന്ന അറിവുകൾ ജീവിതത്തിൽ ചെയ്തില്ലെങ്കിൽ അതിനുള്ളത് വേറെ കിട്ടും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. ചുമ്മാ കേൾക്കല് മാത്രമല്ലല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയണം. അതാ വഅദ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒറ്റ വഅദ് കേട്ടിട്ട് ജീവിതത്തിൽ ഒരേ ഒരു വഅദ് കേട്ട മഹദി. ആ മഹദി ആരാ? ആ മഹദിയെ കുറിച്ചാണ് അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പറയുന്നത്. ആ മഹദിയാണ് പെങ്ങളെ നീയൊക്കെ കണ്ടുപഠിക്കേണ്ടത്. ആ മഹദിയുടെ ചരിത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒറ്റ വഅദ് കേട്ടിട്ട് നന്നായ മഹദി ആരെന്നറിയോ? ആരുടെ വഅദാണ് കേട്ടതെന്നറിയോ? ആരുടെ വഅദാണ് കേട്ടതെന്നറിയോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, മൂസാ, ഫിറഔനിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് നീ വഅദ് പറയണം മൂസാ. അതാ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ സാത്താൻ ഫിറഔനുണ്ടല്ലോ, ആ ഫിറഔനിന്റെ കൊട്ടാരത്തിനകത്ത് പോയിട്ട് അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് തന്റെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാം അവിടുന്ന് കൂട്ടുകാരാ കൂടെ പോകാ സഹോദരനെ കൂടെ ചോദിക്കുകയാ. അങ്ങനെ രണ്ടുപേരും കൂടെ പടച്ചവന് ഫിറഔൻ എന്ന് പറയുന്ന വൃത്തികെട്ടവന്റെ കൊട്ടാരത്തിന്റെ ഉൾഭാഗത്ത് കടന്നു ചെന്നു. അവിടെ ചെന്ന് നിന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം ഫിറഔനിനോട് ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ആരാണെന്ന് പറഞ്ഞു കൊടുക്കുകയാ. ആരാണെന്ന് പറഞ്ഞു കൊടുക്കുകയാ. പടച്ചവനെ അല്ലാഹുവാണ് നിന്നെ പടച്ചത്. ആ പടച്ച റബ്ബാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പടച്ചവരെ, എന്നാൽ ആ ഫിറഔന് പരിഹസിക്കുകയാ. മൂസാ നബിയുടെ വഅദ് കേട്ടിട്ട് ഫിറഔൻ പറയുകയാണ്, രണ്ടുപേരെ വിളിക്കുകയാണ്. എന്നിട്ട് ഒരാളെ കൊന്നുകളഞ്ഞു, ഒരാളെ ജീവനോടെ തിരിച്ചു വിട്ടു. മൂസാ, ഞാനാണ് റബ്ബ്. ഒരാളെ ഞാൻ മരിപ്പിച്ചു, ഒരാളെ ഞാൻ ജീവനോടെ വിട്ടു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവനെ കാണിച്ചു കൊടുക്കുകയാണ്. ആ ഫിറഔനിന്റെ മുമ്പിൽ മൂസാ നബി വഅദ് പറഞ്ഞു. മൂസാ നബിയുടെ വഅദ് കേട്ടിട്ട് ആ ഫിറഔൻ നന്നായില്ല. ഫിറഔന് വിശ്വസിച്ചില്ലടോ. എന്നാൽ ആ വഅദ് കേട്ടിട്ട് നന്നായ മറ്റു ചിലരുണ്ട്. പടച്ചവനെ, ഫിറഔനിന്റെ ഭാര്യയായ ആസിയ,